ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി മൊമെന്റ്സ്. ഇന്ന് എന്താണല്ലേ, ഇന്ന് കുക്കിംഗ് തന്നെയാണ് കേട്ടോ. നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റാർട്ടറാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ ചിക്കൻ ഷെയ്സ്വാൻ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഓർഡർ ചെയ്യാറുണ്ട്. അതാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷെയ്സ്വാൻ ചിക്കൻ ഡ്രൈ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കാം. നമുക്കും കഴിക്കാം, വീട്ടുകാർക്കും കൊടുക്കാം. അപ്പം ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ വലിയ പാടുള്ള പണിയൊന്നും അല്ല കേട്ടോ. ഭയങ്കര ഈസിയാണ്. ഇതിന് ബേസിക്കലി നമുക്ക് ബോൺലെസ് ചിക്കൻ വേണം. അതിനെ ചെറുതായിട്ട് മുറിച്ച് കുറച്ച് പൊടിയിലൊക്കെ മുക്കി വറുത്തെടുക്കണം. ഒരു സോസ് ഉണ്ടാക്കണം. ഇത് രണ്ടും കൂടി ടോസ് ചെയ്യണം. അതായി. പക്ഷെ പറയുന്ന അത്ര സിമ്പിളല്ല. നിങ്ങൾ പ്രൊസീജിയർ ഒന്ന് കണ്ടു നോക്കൂ പോയി അടുക്കളയിൽ ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായോ, എൻ്റെ റെസിപ്പി ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണം വന്ന്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രിപ്ഷൻ കൂടുന്നേ ഇല്ല. നിങ്ങളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ കൂട്ടുന്നില്ല സബ്സ്ക്രിപ്ഷൻ. അത് കാരണം അതും കൂടി ഒന്ന് കൂട്ടണം. പിന്നെ ലൈക്ക് ചെയ്യണം. പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോയാലോ, കണ്ടാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. വരൂ. അപ്പോൾ ഇതിന് ഞാൻ എടുത്തത് ലിഷ്യസിൻ്റെ ചിക്കൻ ബ്രസ്റ്റാണ് കേട്ടോ, ബോൺലെസ്. അപ്പോൾ അത് 450 grams എങ്ങാണ്ടോ ഉണ്ടായിരുന്നു. 500 ഇല്ല, 1/2 കിലോ ഇല്ല. അപ്പം ഞാനത് ആദ്യം നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തു. 2 വെള്ളം കളഞ്ഞ് വാഷ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് അത് ഞാനൊന്ന് നീളത്തിൽ സ്ട്രിപ്സായിട്ട് ആദ്യം മുറിച്ചെടുത്തു. അത് മുറിച്ചതിന് ശേഷമാണ് നമ്മളതിനെ ചെറിയ പീസാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുന്നത്, ലിഗമെൻറ്റ്സ് മുറിയാണ്ട് എന്തോ സോഫ്റ്റായിട്ട് കിട്ടുമെന്ന് പറഞ്ഞാട്ടോ. ഞാൻ പണ്ട് ചരിച്ചാണ് വെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല വെട്ടുന്നത്. നീളത്തിൽ ആദ്യം കീറിയിട്ട് പിന്നെ അതിനെ ചെറിയ പീസാക്കുക ചെയ്യുന്നത്. അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. എല്ലാം സോഫ്റ്റായിരുന്നു. വറുത്തെടുത്തിട്ടും അങ്ങനെ ഹാർഡൊന്നും ആയില്ല. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം അതെ, ചിക്കൻ നല്ലപോലെ കഴുകി ചെറിയ പീസുകളായിട്ട് മുറിച്ച് വെള്ളം നല്ല തോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ. ഞാൻ പീൽഡ് ഗാർലിക്കാണ് വാങ്ങിച്ചത്. അത് ഒരു 10 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ട് ഞാൻ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ മെഷർമെൻറ്റ് പറഞ്ഞു തരാം. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട. 1 ടീസ്പൂൺ. ലെറ്റ്സ് ഹാവ് 2 ടീസ്പൂൺ. അത് മതി. അതിൻ്റെ ആവശ്യമില്ല, കൂടുതലായാലും കുഴപ്പമാണ്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ട കുറച്ച് മാരിനേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടത് ചില്ലി സോസാണ്. ചില്ലി സോസ് അല്ല കേട്ടോ, സോയാ സോസ്. തലയ്ക്ക് വട്ടായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് സോയാ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് അധികം വേണ്ട, ബിക്കോസ് നമ്മൾ വളരെ കുറച്ച് ഇതിട്ടിട്ടേ മാരിനേറ്റ് ചെയ്യുന്നുള്ളൂ. മാരിനേറ്റ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ അതിൽ ബാക്കി നമ്മൾ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. വറുത്തെടുക്കണം. ഇതിനൊരു കോട്ടിങ് കൊടുത്തിട്ട് വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചൈനീസ് സോൾട്ട് ഇടുന്നുണ്ട്. ഇപ്പം ചൈനീസ് സോൾട്ട് കഴിച്ചാൽ എക്സ്ക്യൂസ് മീ, ചുമയാട്ടോ. അത് ഒരു 3/4 ടീസ്പൂണ് ചൈനീസ് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇന്ന് വേണ്ടത് ഒരു ശകലം വിനീഗറാണ്. എല്ലാം പിടിക്കണമല്ലോ ഇതിൽ. അപ്പോൾ 1 ടീസ്പൂൺ വിനീഗറേ ഒഴിക്കുന്നുള്ളൂ, കൂടുതലൊന്നും ഒഴിക്കുന്നത്. എന്നിട്ട് ഇത് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ
ഇതിനൊരു ഷെയ്സ്വാൻ സോസ് ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം, ചിക്കൻ നല്ലപോലെ. അത് മാരിനേറ്റ് ചെയ്തു. ഇത് ഐഡിയലി ഒരു അരമണിക്കൂർ ഇങ്ങനെ മാരിനേഷൻ കഴിഞ്ഞിട്ട് മാത്രം മതി. പൊടി നമ്മൾ വറുക്കുന്നതിന് മുമ്പ് പൊടി ചെയ്താൽ മതി. പക്ഷെ ഞാനിപ്പം മടി കാരണം ഞാനത് അതെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം മോൻ വന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയി. എനിക്ക് അറിഞ്ഞൂടാ വല്ലതൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. എഡിറ്റ് ചെയ്യാമെങ്കിൽ അവനെ എഡിറ്റ് ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ട് ഇതേ ഒരു മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേട്ടോ പറഞ്ഞത്? മുട്ട എന്താ കോഴിയാണ്. കോഴിയായിട്ടല്ല അവൻ മുട്ടയായിട്ട് വിരിഞ്ഞ് വന്നത്. അപ്പം അതെ മാരിനേറ്റ് ചെയ്ത് കൊടുത്തു. വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ, പണിയെടുക്കാനും സമ്മതിക്കത്തില്ല. കഴിക്കാൻ സമയമാകുമ്പോൾ അമ്മേ ആയില്ലേ, ഒന്നും ആയില്ലേ ചോദിച്ചോണ്ട് വരികയും ചെയ്യും. വീട്ടിലുണ്ടെങ്കിൽ ശല്യം ചെയ്തോണ്ടിരിക്കും. അവനതൊരു സുഖമാണ്, ആൾക്കാരെ ശല്യം ചെയ്യും. ഒരു 2 ടേബിൾ സ്പൂൺ മൈദ മതി. എൻ്റെ പാചകപ്പുറമൊക്കെ കുളമായി, സാരമില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ നമുക്ക് കോൺഫ്ലവറും കൂടി വേണം. അപ്പോൾ അത് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കോൺഫ്ലവർ ഞാൻ ബുഷ് എന്നുള്ള കമ്പനിയുടെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല പോലെ ഇവനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഒരുപാടിട്ട് കുഴയ്ക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് മൈദയും കോൺഫ്ലവറും കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി. ഇനി നമുക്കിത് വറുത്തെടുക്കാനായിട്ട് റെഡിയാണ് കേട്ടോ. പക്ഷെ ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാത്ത കാരണം ഞാൻ ഇവനെ ഒരു ശകലം നേരം മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വച്ചിട്ടേ വറുത്തെടുക്കുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് കുറേ വേറെ പണികളുണ്ട്, അതെല്ലാം ചെയ്തിട്ടേ ഞാനിത് ചെയ്യുള്ളൂ. അപ്പം വറുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഷെയ്സ്വാൻ സോസിന് കുറച്ച് മുളക് ഞാനൊരു 4-5 മുളക് എടുത്തിട്ടുണ്ട്, ചുവന്ന മുളക്. അത് കുറച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മൈക്രോവേവിലാണ് കേട്ടോ തിളപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ അടുപ്പത്ത് വെച്ചിട്ടും ചെയ്യാം. ഇതൊന്ന് നല്ല പേസ്റ്റാക്കി എടുക്കണം. ഷെയ്സ്വാൻ സോസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ റെഡ് ചില്ലി പേസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമാണ്. കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഉള്ളത്. സവോള, 1 സവോള, ഒരു മീഡിയം സൈസ് സവോള അതിനോട് ഇട്ട് കൊടുക്കുകയാണ്. ഗാർലിക് ഒരുപാട് കരിഞ്ഞു പോകരുത്.
ഒന്ന് ബ്രൗൺ ആവുമ്പോഴേക്കും അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ശകലം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇടാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോയാ സോസും ഇതൊക്കെ ഒഴിക്കാനുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് റെഡ് ചില്ലി പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ച് ഞാൻ കുറച്ച് 5-6 ചുമന്ന മുളക് തിളച്ച വെള്ളത്തിലൊഴിച്ച് ഒന്നുകൂടി തിളപ്പിച്ച് 2 മിനിറ്റ് മൈക്രോവേവ് ചെയ്തിട്ട് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതിട്ട് കൊടുക്കാണ്. നല്ല വാഴയൊക്കെ അപ്പോൾ ഉണ്ടല്ലോ എക്സോസ്റ്റ് ഫാൻ ഇടാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ബിക്കോസ് ഈ എരിവിൻ്റെ മണവും എല്ലാം വന്നു കഴിഞ്ഞപ്പം അത് കാരണം കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്ന ഇവിടുന്ന്. അപ്പം ഞാൻ ആ മുളക് അരച്ച വെള്ളം കൂടി അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഏകദേശം എല്ലാം ആയി. പക്ഷേ ഇനി നമുക്കതിൻ്റെ ടേസ്റ്റുകൾ കുറേ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 1 ടീസ്പൂൺ വിനീഗറിന്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ പിന്നെയും 2 പ്രാവശ്യമായിട്ട് 2 ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പം മൊത്തം നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് 3 ടീസ്പൂൺ വിനീഗറാണ്. പിന്നെ ഇത് കൂടാണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന കുറച്ച് മല്ലിയിലയുടെ തണ്ടുണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ സ്വാദ് ഇഷ്ടമുള്ളവർ മാത്രം ഇത് ചെയ്തു കൊടുത്താൽ മതി. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് ഇച്ചിരി തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കെറ്റിലോ അല്ലെങ്കിൽ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് തിളപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഇതെല്ലാം ഈ പുളിയും എരിവും എല്ലാം ബാലൻസ് ആയി കിട്ടുള്ളൂ. ഇനിയും പഞ്ചസാര ഒരുപാട് താല്പര്യം ഇല്ലാത്തവർ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം 1 ടീസ്പൂൺ വേണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇടണ്ട. 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ ഇട്ടിട്ട് നിങ്ങൾ രുചിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ അതിൻ്റെ അളവുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ എല്ലാം നമ്മുടെ സ്വാദനുസരിച്ചാട്ടോ. നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക, ടേസ്റ്റ് ചെയ്യുക. ബിക്കോസ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: സോയാ സോസ്, വിനീഗർ, പിന്നെ ചൈനീസ് സോൾട്ട്, ഉപ്പ്, ഇതൊക്കെയാണ് എൻ്റെ ബേസിക്. പിന്നെ ചില്ലി പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പം അതിന് എരിവ് പോരാന്ന് എനിക്ക് തോന്നി. അപ്പം എൻ്റെ കയ്യിൽ ചില്ലി പേസ്റ്റ് ഉണ്ടായിരുന്നു. റെഡ് ചില്ലി പേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് കാരണം ഞാൻ 1 ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. ഇത് വേണ്ട, കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു 4 ചുവന്ന മുളക് എടുത്തുള്ളൂ. അത് കൂടാണ്ട് നിങ്ങൾക്ക് ഒരു മാക്സിമം ഇതിൻ്റെ അകത്തൊരു 6-7 മുളക് വരെ എടുക്കാം കേട്ടോ. എരിവനുസരിച്ചിരിക്കും. അപ്പോഴതിന് എരിവ് വേണം. എരിവ്, പുളി, മധുരം എല്ലാം കൂടി ഒരു മിക്സായ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ. അപ്പോൾ അങ്ങനെ അതിൻ്റെ എരിവ് അങ്ങനെയാണ് വെക്കുന്നത്. ബിക്കോസ് ഇതിൻ്റെ അകത്തോട്ട് നാരങ്ങ ഈസി. അപ്പം ഞാൻ ഇപ്പിച്ചു ഇങ്ങനെ ഷേസ്വാൻ ചൂടാക്കിയ ചിലപ്പോൾ സോഗിയായി പോകും. ചിക്കനും ചൂടുണ്ട് പോരെ.
അപ്പോൾ കൂട്ടുകാരെ ഇത് റെഡിയായി. എല്ലാം കൂടി ഒന്ന് പുരട്ടി നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക എല്ലാ ചിക്കനിലും. എന്നിട്ട് നല്ല ചൂടായിട്ട് സെർവ് ചെയ്യുക. തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യരുത്, ഒരു ടേസ്റ്റും കാണില്ല. എല്ലാവർക്കും കൊടുത്തു വെക്കുക. ഡെഫിനറ്റ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, സീ യു വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ.